ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ഒരു എഡ്യൂക്കേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടോളൂ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഓണേഴ്സ് വരുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ സമൂലമായ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അനൗൺസ്മെന്റ് ഉടനെ വരും. അപ്പൊ നിങ്ങൾ വളരെ വലിയൊരു ടേൺ അറൗണ്ട് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം ഒരു റീസ്റ്റാർട്ട് എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ പുതിയ മാനേജ്മെന്റിനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അമിത പ്രതീക്ഷകൾ വെച്ച് നിങ്ങൾ ഈ ഒരു സീസണെ വരവേൽക്കാൻ നിൽക്കരുത് എന്നുള്ളൂ പറയാൻ. കാരണം നമുക്കിവിടെ ഒരു റീസ്റ്റാർട്ട് പോസിബിൾ അല്ല. ഒരു റീബിൽഡിങ് മാത്രമാണ് ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പം സെപ്റ്റംബർ 15 തീയതിക്കുള്ളിൽ ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. പുതിയ മാനേജ്മെന്റ് അധികം സമയം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ മനസ്സിലാക്കേണ്ട ഒരു സാധ്യതയാണ്, സത്യമാണ്. അപ്പം ഒക്ടോബറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 15 ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യും. അതായത് നിലവിലെ മാനേജ്മെന്റിന് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബ് മൊത്തത്തിൽ അഴിച്ചു പണിയുക എന്നുള്ള പരിപാടി റീസ്റ്റാർട്ട് ചെയ്യൽ നടക്കത്തില്ല. അതുകൊണ്ട് നിലവിലുള്ള ടീമിന്റെ കോറിനെ നിലനിർത്തിക്കൊണ്ട് സാവധാനത്തിലുള്ള ഒരു റീബിൽഡിംഗ് പ്രോസസ്സിനാണ് നിലവിലെ മാനേജ്മെന്റ് തയ്യാറെടുക്കുന്നത്. പരിശീലകനായിട്ടുള്ള ആഷ്ലി ബേസ്വുഡിനെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനം. രണ്ടുപേരും തമ്മിൽ ഒരു ധാരണയിലെത്തുന്ന ഒരു അമാന്തം മാത്രമേ ഉള്ളൂ. രണ്ടാൾക്കും യോജിച്ച് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രൊജക്റ്റുകളാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഉദിച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. 7 മത്സരങ്ങളിൽ ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ട് ഒരൊറ്റ മത്സരം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതും കഴിഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പുറത്തായി എന്നുള്ള അവസരത്തിലാണ് നമ്മുടെ ആഷ്ലി വെസ്വുഡ് പരിശീലക ചുമതല ഏറ്റെടുക്കുന്നത്. അദ്ദേഹം 6 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി സേവനം അനുഷ്ഠിച്ചു. 1-ൽ തോലും തോറ്റില്ല, 5 എണ്ണത്തിൽ വിജയിച്ചു, 1 എണ്ണത്തിൽ സമനില. അസാമാന്യമായിട്ടുള്ള റെക്കോർഡ് തന്നെ നമ്മുടെ ആഷ്ലി വെസ്വുഡിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് ബദ്ധവൈരികളായ ബംഗളൂരുവിനെ അവരുടെ മടയിൽ ചെന്ന് ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം വെസ്വുഡിനെ പോലെ ഒരു പരിശീലകനെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ സെറ്റ് ആവുമായിരുന്നു. നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കുറച്ചധികം താരങ്ങളുടെ കോൺട്രാക്ട് നിലവിലുണ്ട്. ആ താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ചില മൈനർ അഡീഷനുമായിട്ട് ചേർത്ത് ടീമിന്റെ മെന്റാലിറ്റി ഒന്ന് നന്നാക്കി ഒരു റീബിൽഡിംഗ് പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ശക്തമായിട്ട് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിൽ ഒരു വിപ്ലവം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സാവധാനത്തിലുള്ള ഒരു മാറ്റം മാത്രമായിരിക്കും നടക്കാൻ പോവുക. അതുകൊണ്ട് തെറിവിളികളുടെ വാറോലകളും പടവാളുമായി നിങ്ങൾ നേരത്തെ ചാടി പുറപ്പെട്ടിറങ്ങരുത് എന്നുള്ള കാര്യം പറയാൻ വന്നതാണ്.